ദ മോസ്റ്റ് പവർഫുൾ 250cc. പക്ഷെ ആ വണ്ടികൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ചെറിയ CC തന്നെ ഇത്രത്തോളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം, വളരെ ഹീറ്റിംഗ് ഉള്ളത് കാരണം റേസ് ട്രാക്സിൽ 3 ലാപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒരുപാട് റെസ്റ്റ് കൊടുക്കണം. അത് 49 bhp ആയിരുന്നു പവർ. ഇന്ന് അത് 60+ bhp ആണ് ഇന്നത്തെ. പക്ഷെ ആ വണ്ടികളൊക്കെ ഇന്ന് നമുക്ക് ദൈവത്തിനെ പോലെ കണ്ട് ഫോട്ടോയിൽ വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. 4 സിലിണ്ടർ എഞ്ചിനാണുള്ളത് 250cc ആണെങ്കിലും. ഈ വണ്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അപ് ടു 18,000 to 19,000 RPM ആണ് ഇതിന്റെ റെഡ് ലൈൻ. അതായത് അന്നത്തെ കാലത്തെ F1 കാർസിന് പോലും അത്രത്തോളം റെഡ് ലൈൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഒരു മാക്സ് സ്പീഡ് എന്ന് പറയുന്നത് 200+ കിലോമീറ്റർ സ്പീഡാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഇതൊരു 250 അല്ല, അതിന്റെയൊക്കെ ഒരു ദൈവം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഹേ യൂട്യൂബ് വാട്സപ്പ് പരിപാടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് 250cc മോൺസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ വണ്ടികൾ 250cc വെച്ച് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മോൺസ്റ്റേഴ്സ് ആണ്. ഇനി 250cc എന്നല്ല 300cc ഈ വണ്ടിയുടെ അടുത്ത് വെക്കാനുള്ള ബൈക്സുകൾ ഇന്ന് ലോകത്തിലെ ഒരു മാർക്കറ്റിലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അധികം സസ്പെൻസ് ഇല്ലാതെ ആ 2 മോൺസ്റ്ററസ് ആയിട്ടുള്ള ബൈക്കുകളുടെ പേര് പറഞ്ഞുതരാം. ആദ്യമുള്ളത് പാരലൽ ട്വിൻ എഞ്ചിനുള്ള ഹോണ്ടയുടെ CBR250RR, അതുപോലെ തന്നെ ഇൻലൈൻ 4ലുള്ള ഒരു മോൺസ്റ്റർ 250cc ആണ് കവാസാക്കിയുടെ zx25R. ഈ 2 വണ്ടികളും അതിഭീകരമായിട്ടുള്ള വണ്ടികളാണ്. നിങ്ങൾക്ക് പലർക്കും നേരത്തെ തന്നെ അറിയാം, വേറെ പലർക്ക് അറിയണ്ടാവില്ല. എനിവേ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ 2 വണ്ടികളിലേക്കാളും മുന്ന് പ്രാധാന്യം കൊടുക്കേണ്ട വേറെ കുറച്ച് വണ്ടികളുണ്ട്. ഈ വണ്ടികളിലെ തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഒരു 250cc ഇത്രയധികം പവർ ഔട്ട്പുട്ട് തരാൻ പറ്റും എന്ന് കാണിച്ച ജാപ്പനീസ് വണ്ടികളുണ്ട്. അങ്ങനെ 4-5 വണ്ടികളുണ്ടെങ്കിലും നമ്മളിവിടെ പറയാൻ പോകുന്നത് 2 വണ്ടികളെ കൊണ്ടാണ്. ഒന്ന് നമുക്ക് ആദ്യം തന്നെ ഹോണ്ടയുടെ ഒരു ചരിത്രത്തിലേക്ക് പോവാം. ഹോണ്ട ആദ്യമായിട്ടൊരു പവർഫുൾ 250cc നിർമ്മിക്കാൻ കാരണമാവുന്നത് ഒരു ബൈക്കിലൂടെയാണ്. അതാണ് ഹോണ്ട RC162. ഈ വണ്ടിയുടെ പേര് നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല, ആരും അധികം ഫോട്ടോസും കണ്ടിട്ടുണ്ടാവില്ല. ഈ വണ്ടികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത്, അതായത് 1988 വേൾഡ് മാർക്കറ്റിൽ വളരെയധികം പവറിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെയാണ് ഏകദേശം നമ്മുടെ സ്പീഡ് വർക്ക് നടന്നിട്ടുള്ളത്. ചില കൺട്രിയിലൊക്കെ 250cc ആണ് മാക്സിമം വിൽക്കാൻ പറ്റുന്ന ഒരു ബൈക്കിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നും അതിനുള്ള ലിമിറ്റേഷൻസ് ചില കൺട്രിയിൽ ഉണ്ട് താനും. അപ്പോൾ അതിനുവേണ്ടി ഒരു 250cc മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണിച്ച ജാപ്പനീസ് വണ്ടികളിലെ ഒരു വണ്ടിയാണ് ഹോണ്ടയുടെ RC162. ഈ വണ്ടികളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഏകദേശം 4 സിലിണ്ടർ എഞ്ചിനാണുള്ളത് 250cc ആണെങ്കിലും. അതുപോലെ തന്നെ ഇതൊരു കാർബറേറ്റർ വണ്ടിയായിരുന്നു. എന്നിട്ടും 49 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിന്റെ ഒരു മാക്സ് സ്പീഡ് എന്ന് പറയുന്നത് 200+ കിലോമീറ്റർ സ്പീഡാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ഇതൊരു 250 അല്ല, അതിന്റെയൊക്കെ ഒരു ദൈവം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിന്റെ റെഡ് ലൈൻ ആണ്. നമ്മൾ ഇന്ന് കാണുന്ന പാരലൽ ട്വിൻ എഞ്ചിൻസിന് അല്ലെങ്കിൽ ഇൻലൈൻ 4 എഞ്ചിൻ ആയിക്കോട്ടെ ഒരു 16,000 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും മാക്സിമം റെഡ് ലൈൻ, അല്ലെങ്കിൽ ഒരു 14,000 കിലോമീറ്റർ. പക്ഷേ ഈ വണ്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അപ് ടു 18,000 to 19,000 RPM ആണ് ഇതിന്റെ റെഡ് ലൈൻ. അതായത് അന്നത്തെ കാലത്തെ F1 കാർസിന് പോലും അത്രത്തോളം റെഡ് ലൈൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. 2002 ശേഷമാണ് F1 കാർസ് ഒക്കെ ഒന്നുകൂടെ പുരോഗമിച്ചിട്ട് 18,000 വരെയൊക്കെ റെഡ് ലൈൻ എത്തിച്ചത്. അപ്പോഴും ഈ ബൈക്കുകളുടെ റെഡ് ലൈൻസ് ആണ് കൂടുതലും ഇന്നും എന്ന് ആലോചിക്കണം. അപ്പൊ ഈ വണ്ടികളുടെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കവാസാക്കിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അവരൊരു ബൈക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. നമ്മളെ ഇന്ത്യൻസിന് നമുക്കത് അറിയേയില്ല. കാരണം അന്ന് ജാപ്പനീസുകാര് വേൾഡ് മാർക്കറ്റിൽ 250cc ഇൻലൈൻ 4 എഞ്ചിൻസ് ഇറക്കി കളിക്കുമ്പോൾ നമ്മളന്ന് 150cc താഴത്തും ഓടിച്ച് കളിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം. അതായത് അങ്ങനെ ഒരു ബൈക്കിന്റെ പവർ പോലും നമുക്ക് അൺഇമാജിനബിൾ ആയിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു ബൈക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കവാസാക്കിയുടെ ചരിത്രം പറയുന്ന zx25R. ഇതും നമ്മുടെ CBR RC162 പോലെ ഇൻലൈൻ 4 എഞ്ചിനുള്ള ഒരു 250cc ആണ്, കാർബറേറ്റഡ് ആണ്. പക്ഷേ ഇതിനും 45+ bhp ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇതിനും 200+ കിലോമീറ്റേഴ്സ്
സ്പീഡ് ഉണ്ട്. അതേപോലെ ഇതിന്റെ മാക്സ് റെഡ് ലൈനിങ് RPM എന്ന് പറയുന്നത് 18,000+ ആണ്. ഏകദേശം 19,000 അടുത്തോളം വരുന്നാണ് പല റിപ്പോർട്ട്സും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, ഇന്ന് അവർ 19,000 RPM എന്ന് പറയുന്നത് ഇന്ന് ഒരു ബൈക്സിനും ആ ഒരു റെഡ് ലൈൻ കപ്പാസിറ്റി ഇല്ലെന്ന് ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ആ ഒരു സൗണ്ട് സ്ക്രീമിങ് അടിപൊളിയായിരുന്നു. പക്ഷെ ആ വണ്ടികൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ചെറിയ CC തന്നെ ഇത്രത്തോളം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം, വളരെ ഹീറ്റിംഗ് ഉള്ളത് കാരണം റേസ് ട്രാക്സിൽ 3 ലാപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് ഒരുപാട് റെസ്റ്റ് കൊടുക്കണം. അതായിരുന്നു അതിൽ വണ്ടിയിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലംസ് ആ ഒരു ഇൻലൈൻ 4 കാറ്റഗറിയിൽ. കാരണം അന്നത്തെ ടെക്നോളജീസ് ഇത്രത്തോളം വളർന്നിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി ഒന്നും അധികം വലിയ എഫിഷ്യന്റ് ഒന്നും ആയിരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു ഈ പ്രശ്നമുള്ളത്. പക്ഷെ ഇന്നത്തെ ടെക്നോളജി അന്നത്തെ പോലെ ആയിരുന്നില്ല, നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി തന്നെ പല ടൈപ്പാണ്. ഓയിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ കൂളൻ ടൈപ്പും വരുന്നുണ്ട്. അതിൽ നല്ല രീതിക്ക് എഫിഷ്യൻസി കൂട്ടിയ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജീസും ഉണ്ട്. അതൊന്നും അന്ന് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ആ ബൈക്കുകൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ബൈക്കുകൾ ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനൊരു ബൈക്ക് വേറെ എവിടെ ഉണ്ടാവില്ല. അത്ര അടിപൊളി ബൈക്സുകളായിരുന്നു ആ വണ്ടികളെല്ലാം. പക്ഷെ ആ വണ്ടികളൊക്കെ ഇന്ന് നമുക്ക് ദൈവത്തിനെ പോലെ കണ്ട് ഫോട്ടോയിൽ വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് യൂസ് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിലല്ല, വേറെ അമേരിക്കൻസ് ഒക്കെ കുറച്ച് പേര് അത് യൂസ് ചെയ്യുന്നവരുണ്ട്. അതിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിളുമാണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരിക്കും ആ ഇൻലൈൻ 4ന്റെ സൗണ്ടും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫുൾ റിഫൈൻമെന്റും ക്വാളിറ്റിയും പവറും എല്ലാം ആ വണ്ടികളിലുണ്ട്. ലുക്സിനൊന്നും അന്നത്തെ ലുക്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ലുക്സ് പോലെ അല്ലല്ലോ. ഇത്രത്തോളം മെച്ചോർഡ് ലുക്സ് ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. ഷാർപ്പ് ഡിസൈൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ എഞ്ചിൻ, അതിലാണ് എല്ലാം ഉള്ളത്. ഇതെന്തായാലും ചരിത്രമായ കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഈ ഹോണ്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ RC162 എന്നുള്ള ഇൻലൈൻ 4 ഇവാലുവേറ്റ് ചെയ്ത് അന്ന് നിർത്തി കഴിഞ്ഞ് പിന്നീട് ഒരു 2016 ആയപ്പോൾ ഒരു ഓട്ടോ എക്സ്പോല് പൊങ്ങി വരുന്നു CBR250RR. അതാണ് നമ്മുടെ ഹോണ്ടയുടെ പുതിയ വണ്ടി. ഈ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ RC162 പോലെ ഇൻലൈൻ 4 ആയിരുന്നില്ല. ഹോണ്ടയുടെ കാര്യം വരുമ്പോൾ അത് 2 സിലിണ്ടറായി കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 2 സിലിണ്ടർ അവർ ഒഴിച്ചു കളഞ്ഞു. പക്ഷെ പവറിൽ അത്രത്തോളം ഒഴിച്ചു മാറ്റലുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അന്ന് 49 bhp പ്രൊഡ്യൂസ് ചെയ്ത ആ വണ്ടി ഇന്ന് 2 സിലിണ്ടർ വെച്ചിട്ട് 42 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയുടെ വളർച്ച എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ വണ്ടിയുടെ പ്രത്യേകത, അതായത് CBR250RRന്റെ ഒരു റെഡ് ലൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 14,000 ആണ്. അത് ഈ 2 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ 14,000 വരെ അതിന് സേഫ് ആയിട്ട് റെഡ് ലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കമ്പനിക്ക് ആ റെഡ് ലൈൻ ലിമിറ്റ് ഇത്രത്തോളം കുറയ്ക്കേണ്ടി വന്നത്. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പാരലൽ ട്വിൻ എഞ്ചിനെ പറ്റി പറഞ്ഞുതരാം. നിഞ്ച 300R, അതേപോലെ തന്നെ ഇനി ഇറങ്ങാനിരിക്കുന്ന യമഹ R3 ഒക്കെ. ഈ വണ്ടികളുടെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 13,000 ആണ് RPM റെഡ് ലൈൻ ലിമിറ്റ്. അതേസമയം CBR250RR നോക്കുകയാണെങ്കിൽ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് 300cc ഉള്ള എഞ്ചിൻസിനെ പറ്റിയിട്ടാണ് പാരലൽ ട്വിൻ ഉള്ളത്. പക്ഷെ 250cc ഉള്ള CBR250RRന്റെ കാര്യം പറയുകയാണെങ്കിൽ 14,000 RPM ലിമിറ്റ്. അതായത് 300cc-നേക്കാളും 1000 RPM ലിമിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ CBR250RRന് ഈ 2 300cc ബൈക്കിനേക്കാളും പവർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ സിംഗിൾ സിലിണ്ടറിൽ കിങ് ആയെന്ന് അറിയപ്പെടുന്ന വണ്ടിയാണ് RC390. അതിന് ഏകദേശം 370cc ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്. എന്നിട്ട് ആ വണ്ടി പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 43.5 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ട്വിൻ സിലിണ്ടറായ CBR250Rന്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 42 bhp പവർ ഉണ്ട്. അതും 14,000 RPM-ത്തിലാണ് റെഡ് ലൈൻ ചെയ്യുന്നത്. അതേസമയം നമ്മുടെ RC ആണെങ്കിലോ 10,500 RPM-ത്തിലാണ് റെഡ് ലൈൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും 43.5 bhp, അതായത് 1.5 bhp-യുടെ ഹൈക്ക് നമ്മൾ RC390-ലുള്ളത് കാരണം RC390 തന്നെയായിരിക്കും പവർ കൂടുതൽ എന്നുള്ളത്. പക്ഷെ അത് തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റില്ല. അതിൽ ചെറിയൊരു തിരുത്തലുണ്ട്. ആ പവർ കാരണം അതിന് ടോർക്ക് കുറച്ച് കൂടുതൽ കിട്ടും. സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യാലിറ്റി സിംഗിൾ സിലിണ്ടറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഉള്ള ഒരു ഇനീഷ്യൽ പിക്കപ്പ് RC390-ക്കായിരിക്കും മുന്നിട്ട് നിൽക്കുന്നുണ്ടാവുക. പക്ഷേ അത് കുറച്ച് നേരത്തേക്കാണ് നിങ്ങൾ ഓർക്കണം.
കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 സിലിണ്ടർ അങ്ങോട്ട് ഓണായി തുടങ്ങും 250RR. പിന്നെ അങ്ങോട്ട് ഒറ്റ പോക്കാണ്. അതായത് 42 BSP ആണെങ്കിലും ഈ 2 സിലിണ്ടറിന്റെ 14,000 RPM റവ് ചെയ്യാനുള്ള കഴിവ് കാരണം ഇത് കയറിപ്പോവും. ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ആവശ്യത്തിനുണ്ട് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 178 to 180 ആണ്. അതേസമയം ഇത് 180+ ആണ്. ഏകദേശം 190+ ടച്ച് ചെയ്യുന്നുണ്ട്. കുറേ വീഡിയോസ് അങ്ങനെ ഉണ്ട്. ഈ കാര്യങ്ങൾ ഞാൻ ചുമ്മാ ഒരു പേപ്പർ ലുക്കിൽ പറയുന്നതല്ല. ഇന്തോനേഷ്യയിലാണ് CBR250RR കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെയുള്ള RC390യും സെയിം ആണ് നമ്മുടെ ഇന്ത്യയായിട്ടുള്ളത്. ആ രണ്ട് വണ്ടി നമ്മുടെ CBR250RR തമ്മിൽ അവിടുത്തെ റൈസേഴ്സ് കോമ്പറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് കാണുന്ന കാഴ്ചകളാണ് എല്ലാ വീഡിയോസും നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അത് യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം മുഴുവൻ ഒരു സ്റ്റോക്കായിട്ടുള്ള ബൈക്കുകളുടെയാണ്. അപ്പോൾ ഇതേ 250RR ഒന്നുകൂടെ ഈസി റീമാപ്പ് ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 200+ കിലോമീറ്റേഴ്സ് ഉറപ്പായിട്ടും പോകാൻ പറ്റുന്ന ഒരു 250cc ആയിരിക്കും 250RR. അതാണ് ഹോണ്ടയുടെ CBR250RR. ഇപ്പോൾ മനസ്സിലായോ അതിന് എന്താണ് ഞാൻ മോൺസ്റ്റർ എന്ന് വിളിച്ചത് കാരണം. ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ ലിസ്റ്റിലുള്ള കൊടും ഭീകരനെ പറ്റിയിട്ടാണ്, zx25R. ഈ വണ്ടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ 1990s ഇറങ്ങിക്കൊണ്ടിരുന്ന zx250R വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള സിലിണ്ടറിൽ ഒരു കുറവുമില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് അതിൽ 4 സിലിണ്ടർ ആയിരുന്നു. ഇന്ന് ഇറങ്ങുന്ന zx25Rലും 4 സിലിണ്ടറാണ്. അന്ന് 49 BSP ആയിരുന്നു പവർ. ഇന്ന് അത് 60+ BSP ആണ്. ഇന്നത്തെ ടെക്നോളജിയുടെ ഒരു വളർച്ച കാരണം ഇന്ന് അന്നത്തെ പോലത്തെ ആ ഒരു ഹീറ്റിംഗ് പ്രോബ്ലമോ വണ്ടി ഷട്ട് ഡൗൺ ആവുന്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല zx25Rന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ദ മോസ്റ്റ് പവർഫുൾ 250cc എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു വണ്ടി 250cc ഉള്ള 4 സിലിണ്ടറുള്ള ഒരേ ഒരു വണ്ടിയാണ് zx25R. അതായത് പാരലൽ ടിന്നുള്ള 650 വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിഞ്ചയുടെ 650-നേക്കാളും പവർ കൂടുതലാണ് കവാസാക്കി നിഞ്ച zx25Rന്. അപ്പോൾ ഈ വണ്ടിയുടെ റേഞ്ച് എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ 250സിലെ ഒരേ ഒരു മോൺസ്റ്റർ വേണമെങ്കിൽ zx25Rനെ വിളിക്കേണ്ടി വരും. നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള ബൈക്സുകളൊന്നും ഇന്ത്യയിൽ ഇറങ്ങില്ല. അത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്നും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ CBR250RRും വരില്ല, zx25Rും വരില്ല. അതിന്റെ മെയിൻ കാരണം എന്താണ് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അതായത് ₹1 കൂടിക്കഴിഞ്ഞാൽ ആൾക്കാർ ഒന്നുകൂടെ തുറച്ചു നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ ആ കമ്പനിക്കാർ ഇറക്കില്ല. കാരണം ഈ വണ്ടിക്ക് കാര്യമായിട്ടുള്ള സെയിൽസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളാണെങ്കിലും 4 സിലിണ്ടർ ഉണ്ടെങ്കിലും ഒരാൾ ബൈക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. ഒരു ഇൻലൈൻ 4 ആണ്, പക്ഷെ ഒരു 250cc അല്ലേ, ഈ പൈസയ്ക്ക് എനിക്ക് 650cc കിട്ടില്ലേ, അതല്ലേ കുറച്ചും കൂടെ സുഖം എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മാർക്കറ്റിലുള്ളത്. എല്ലാവരും അല്ല, ഒരുപാട് ബൈക്ക് എൻതൂസിയാസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അവർ പക്ഷേ കുറേ പേർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റില്ല അതിൻ്റെ പ്രൈസ് കാരണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ zx25Rന്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം 6 ലക്ഷം പ്ലസ് ഓൺ റോഡ് പ്രൈസ് ഉറപ്പായും വരുന്ന ഒരു ബൈക്കാണ് zx25R. ഒരു 250cc ഇൻലൈൻ 4 ബൈക്കിന്റെ വിലയാണ് ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ CBR250RR നോക്കുകയാണെങ്കിൽ ഒരു പാരലൽ ടിൻ എഞ്ചിനായിട്ടുള്ള ബൈക്കിന് 4 ലക്ഷം പ്ലസ് ഇന്ത്യൻ മണി ഉറപ്പായും വരും ഓൺ റോഡിൽ. അപ്പോൾ ആ വണ്ടിയും വളരെ തുച്ഛമായിട്ട് ആൾക്കാർ എടുക്കുള്ളൂ. കാരണം അതിനേക്കാളും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് നിഞ്ച 300ഉം ഇനി വരാൻ പോകുന്ന R3യും കിട്ടും. അപ്പോൾ അതല്ലേ കുറച്ചും കൂടെ അടിപൊളി എന്ന് നമ്മൾ ആലോചിക്കും. കാരണം പവറിൽ കാര്യമായിട്ട് വ്യത്യാസമില്ലെങ്കിലും ഒരു 300cc എന്ന് വിചാരിക്കും. അത് 3-4 BSP കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മളത് കോംപ്രമൈസ് ചെയ്യും. കാരണം ആ വില നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത് ഇറങ്ങാത്തത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഓടിക്കാനുള്ള ഭാഗ്യം അധികം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടിക്കാതെ തന്നെ ഡിസ്ലൈക്കും ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു സജഷൻ ഉണ്ടെങ്കിൽ കമന്റിലൂടെ തന്നെ അറിയിക്കുക. വേറെ നല്ല അടിപൊളി